ഇതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ തന്നെ പ്രതികരിച്ചതാണ്. നോ കമൻറ്റ്സ്. കാരണം ഇതെല്ലാം തീരുമാനിക്കുന്നത് നേതൃത്വമാണ്, ലീഡർഷിപ്പാണ്. അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ലീഡർഷിപ്പ് തീരുമാനിക്കും. അതിൻ്റെ നടപടികൾ ഇപ്പോൾ തുടങ്ങി വെച്ചു. നിങ്ങളെല്ലാവരും പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊന്നും പ്രതികരിക്കാനില്ല. പാർട്ടി എല്ലാ കാലത്തും ഉചിതമായ സമയത്ത് ഉചിതമായ നടപടി എല്ലാ കാലത്തും എല്ലാ കാര്യങ്ങളിലും എടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിലും അതുപോലെ തന്നെയാണ്. അതല്ലേ ഞാൻ പറഞ്ഞത്. ഇതിനെക്കുറിച്ച് ഞാൻ യാതൊരു കമൻറ്റും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ ഇന്നലെ മേയർ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു 33 എന്ന മാജിക് നമ്പറുമായിട്ടാണ് UDF തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തത്. ഇന്നലെ മേയർ തെരഞ്ഞെടുപ്പിലേക്ക് നടന്ന് അതിൻ്റെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ 33 എന്നുള്ളത് ഞങ്ങൾ 35 വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ സ്വതന്ത്ര കൗൺസിലേഴ്സിൻ്റെ സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി. അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം ജനങ്ങളുടെ വലിയൊരു പിന്തുണ ഈ ഭരണസമിതിക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു ജനങ്ങളുടെ വിശ്വാസം, ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം, ജനങ്ങൾക്ക് തൃശ്ശൂരിന് വേണ്ടി, തൃശ്ശൂരിൻ്റെ വികസനമാണ് നമ്മൾ എല്ലാവരും നോക്കിക്കാണുന്നത്. അതിനുവേണ്ടി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ള വലിയൊരു ലക്ഷ്യം മാത്രമാണുള്ളത്. അതിൻ്റെ ഇടയിൽ വരുന്ന ഈ വാർത്തകളോ അല്ലെങ്കിൽ പ്രതികരണങ്ങൾക്കോ ഒന്നും ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 26, 27 തിരുവചനങ്ങൾ: നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരുടെയും ശുശ്രൂഷകനാകണം, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം. ആ ഒരു തിരുവചനം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ കൗൺസിലുള്ള എല്ലാവരുടെയും, കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ എല്ലാ കൗൺസിലേഴ്സിൻ്റെയും ദാസിയായിരിക്കാൻ ഞാൻ തയ്യാറായി കൊണ്ട് തന്നെയാണ് ഈ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഗാന്ധിജിയുടെ ഒരു ആപ്തവാക്യം സൂചിപ്പിക്കുകയുണ്ടായി: വിനയമില്ലാത്ത സേവനം അത് സ്വാർത്ഥതയും അഹന്തയുമാണ്. അത് എല്ലാ ജനപ്രതിനിധികൾക്കും അതൊരു ഓർമ്മ ഉണ്ടാകുന്നത് നല്ലതാണ്. വിനയത്തോടു കൂടിയുള്ള സേവനമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അത് എൻ്റെ കൂടെയുള്ള എല്ലാ കൗൺസിലേഴ്സും അത് പിന്തുടരണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്.